എന്താ പ്രകാശേ, എന്താ കാണണമെന്ന് പറഞ്ഞേ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ചേച്ചി. അത് ചേച്ചിയോടല്ലാതെ പിന്നെ ഞാൻ ആരോട് പറയാനാ? ഈ ഭൂമിയിൽ ചേച്ചി അല്ലാതെ പിന്നെ ആരാ എനിക്കുള്ളത്? നീ മുഖവുര കളഞ്ഞ കാര്യം പറ. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന്റെ കാര്യം ചേച്ചിയോട് പറഞ്ഞിരുന്നല്ലോ. ആ പെൺകുട്ടിയെ ഇപ്പൊ അവളുടെ ആങ്ങള ചേച്ചി അറിയും, ശിവേട്ടൻ. അവളെ ഇപ്പോ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് മറ്റൊരു വീട്ടിൽ താമസിപ്പിച്ചിരിക്കുക. അവളുടെ അച്ഛന്റെ കാര്യം അറിയാലോ ചേച്ചിക്ക്. എന്നെയോ അവളെയോ കയ്യിൽ കിട്ടിയാ കൊല്ലൂന്ന് തന്നെയുള്ള അവസ്ഥയില്ല. ആകെ ഒരു ആശ്രയമുള്ളത് ശിവേട്ടനാ. കല്യാണം കഴിഞ്ഞ തമിഴ്നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകണം. എനിക്ക് ലോകത്ത് അമ്മയും ചേച്ചിയും ബന്ധുക്കളുമായിട്ട് ചേച്ചി മാത്രമേ ഉള്ളൂ. ചേച്ചിയും കൂടി കൈവിട്ട ഞാൻ പിന്നെ അനാഥനാ. മാണിക്കോത്ത് മഹേന്ദ്രൻ മകളെ എനിക്ക് കെട്ടിച്ചേരാത്തതിന്റെ കാരണവും എനിക്ക് ബന്ധുവരില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. എന്നെ ചേച്ചി പഠിപ്പിച്ചു. ഞാൻ പഠിക്കുകയും ചേച്ചിയുടെ ആഗ്രഹം പോലെ ഒരു ഡോക്ടർ ആവുകയും ചെയ്തു. ഇനി എനിക്ക് വേണ്ടത് ഒരു ജീവിതമാ. ചന്ദ്ര നല്ല കുട്ടിയാണ് ചേച്ചി. മനസ്സുകൊണ്ട് ഞാനങ്ങ് അടുത്തുപോയി. അവളെയും വിളിച്ചുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിലോ മറ്റെവിടെയെങ്കിലോ പോയി ജീവിതം ആരംഭിക്കാം. പക്ഷേ എനിക്കപ്പോൾ എൻ്റെ ചേച്ചിയുടെ അനുഗ്രഹം കിട്ടില്ലല്ലോ. ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു മുഹൂർത്തം, അത് ചേച്ചിയുടെ അനുഗ്രഹത്തോടെ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യുന്നൊരവസ്ഥയിൽ ആത്മഹത്യയുടെ മുൾമുനയിൽ നിൽക്കുന്ന സമയത്താ നീ അനാഥനല്ല, നിനക്ക് ഞാനുണ്ടെന്നും പറഞ്ഞ് ചേച്ചി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. പിന്നെ എൻ്റെ ജീവിതം ചേച്ചിയുടെ നിയന്ത്രണത്തിലായിരുന്നു. ആ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഞാൻ പറയാ, എൻ്റെ ഈ വിവാഹ കാര്യത്തിൽ എൻ്റെ ഒരാളായിട്ട്, എൻ്റെ സ്വന്തം ചേച്ചിയായിട്ട് എന്നോടൊപ്പം ഉണ്ടാവണം. പ്ലീസ് ചേച്ചി, ഇതെൻ്റെ ഒരു ആഗ്രഹമാണ്. എന്താ ഇത്? പ്രകാശ് എണീക്ക്, എഴുന്നേക്ക്. എന്തായി കാണിക്കുന്നേ? നോക്ക്, ഈ ധൈര്യമായിട്ട് കാര്യങ്ങൾ നീക്ക്. പ്രണയിച്ച പെണ്ണിനെ തഴയുകയല്ലോ, അവളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ചങ്കൂറ്റത്തോടെ ആവശ്യപ്പെടുകയല്ലേ. ഞാനുണ്ട് നിന്റെ കൂടെ. ചന്ദ്രയുടെ ആങ്ങളെ ചന്ദ്രയെ സഹായിക്കുന്ന പോലെ നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്നുള്ള സങ്കടം മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞേക്ക്. ഞാനുണ്ട് നിന്റെ കൂടെ, അതും നിന്റെ സ്വന്തം ചേച്ചിയായിട്ട് തന്നെ. ഞാൻ ഉറപ്പ് തരുന്നു, നമ്മൾ നടത്തും ഈ കല്യാണം. ഏത് മാണിക്കോത്ത് മഹേന്ദ്രൻ തടസ്സം നിൽക്കാൻ വന്നാലും അതെല്ലാം നമ്മൾ തരണം ചെയ്യും. മുന്നിൽ ഞാനുണ്ടാവും. നിന്റെ ചേച്ചിയാ പറയുന്നത്. മതി ചേച്ചി, ലോകം ജയിച്ച ഗമയോടെ ഞാനിപ്പോ തിരിച്ചു പോകുന്നത്. എനിക്കും എന്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടല്ലോ. ഒരു പ്രശ്നം വന്നാ നീ ധൈര്യമായിട്ട് ഇരിക്കടാന്ന് പറയുന്ന ഒരു ആശ്വാസവാക്ക്, അത് മാത്രം മതി ഏത് യുദ്ധവും ജയിക്കാൻ. ഇനി എനിക്ക് ആരെയും പേടിയില്ല ചേച്ചി. ചന്ദ്രയെ ഞാൻ വിവാഹം കഴിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ കൂടെ എന്റെ ശക്തിയായി എന്റെ ചേച്ചി ഉണ്ടല്ലോ.